केनेषितं वदति प्रेषितं मनः केन प्राणप्रथमप्रैतियुक्तः केनेषितां वाचमिमां वदन्ति चक्षुश्रोत्रं क उदेवो युनक्ति श्रोत्रस्य श्रोत्रं मनसो मनो यत् वाचोह वाचम् अतिमुच्य धीराः प्रेत्यास्माल्लोकात् अमृता भवन्ति न तत्र चक्षुर्गच्छति न वाग्गच्छति नो मनो न विद्मो न विजानीमो यथैतदनुशिष्यात् अन्यदेव तद्विदितात् अथो अविदितात् अधि इति शुश्रुमपूर्वेषां येनस्तद्व्याचचक्षिरे यत् वाचा अनभ्युदितं येन वागभ्युद्यते तदेव ब्रह्मत्वं विद्धि नेदं यदिदमुपासते यन्मनसा न मनुते येनाहुर्मनो मतं तदेव ब्रह्मत्वं विद्धि नेदं यदिदमुपासते न पश्यति येन चक्षुंषि पश्यति तदेव ब्रह्मत्वं विद्धि यत्प्राणेन शृणोति येन श्रोत्रमिदं श्रुतं तदेव ब्रह्मत्वं विद्धि नेदं यदिदमुपासते यत्प्राणेन न प्राणिति येन प्राणप्रणीयते तदेव ब्रह्मत्वं विद्धि नेदं यदिदमुपासते यदि मन्यसे सुवेदेति दहरमेवापि नूनं त्वं वेत्थ ब्रह्मणो रूपं यदस्य त्वं यदस्य देवेष्वधनुमीमांस्यमेव ते मन्ये विदिदं नाहं मन्ये सुवेदेति नो न वेदेति वेद च यो नस्तद्वेद तद्वेद नो न वेदेति वेद च यस्य मतं तस्य मतं मतं यस्य न वेदसः अविज्ञातं विजानतां विज्ञातमविजानतां प्रतिबोधविदितं मतम् अमृतत्वं हि आत्मना विन्दते वीर्यं विद्यया विन्दते मृदम् इह चेदवेदीदथ सत्यमस्ति न चेदिहा वेदीन्महती विनष्टिः भूतेषु भूतेषु विचित्य धीराः प्रेत्यास्माल्लोकात् अमृता भवन्ति ब्रह्मा देवेभ्यो विजिज्ञे रणो विजये देवा अमहीयन्त त ऐक्षन्त अस्माकमेवायं विजयो दुर्बभूव तन्न व्यजानत किमिदं यक्षमिति तत् ब्रुवन् जातवेद एतद्विजानीहि किमिदं यक्षमिति तथेति तदभ्यद्रवत्तमभ्यवदत् कोऽसीत्यग्निर्वा अहमस्मीत्यब्रवीत् जातवेदा वा अहमस्मीति तस्मिन् स्तुयि किं वीर्यमित्यपीदं सर्वं दहेयं यदिदं पृथिव्याम् इति तस्मै तृणं निदधौ एतददहेति तदुपप्रेयाय सर्वजवेन तन्न शाकदद्धुं च तत एव निववृते
യദേതദ്യക്ഷമിതി അഥ വായുമബ്രുവൻ വായവേതദ്വിജാനീഹി കിമേതദ്യക്ഷമിതി തഥേതി തദഭ്യദ്രവത്തമഭ്യവദത് കോസീതി വായുർവാ അഹമസ്മീത്യബ്രവീത് മാതരിശ്വാ വാ അഹമസ്മീതി തസ്മിൻ സ്ത്വയി കിം വീര്യമിത്യപീദം സർവമാദദീയ യദിദം പൃഥിവ്യാമിതി തസ്മൈ തൃണം നിദധാവേദദാദത്സ്വേതി തദുപപ്രേയായ സർവജവേന തന്ന ശശാകാദാതും സതത ഏവ നിവവൃതേ നൈതദശകം വിജ്ഞാതും കിമേതദ്യക്ഷമിതി അധീന്ദ്രമബ്രുവൻ മഘവൻ ഏതദ്വിജാനീഹി കിമേതദ്യക്ഷമിതി ധീതി തദഭ്യദ്രവത്തസ്മാത്തിരോദധേ സ തസ്മിന്നേവാകാശേ സ്ത്രിയമാജഗാമ ബഹുശോഭമാനാം ഉമാം ഹൈമവതീം താം ഹോവാച കിമേതദ്യക്ഷമിതി സാ ബ്രഹ്മേതി ഹോവാച ബ്രഹ്മണോ വാ ഏതദ്വിജയേ മഹീയധ്വമിതി തതോ ഹൈവ വിദാഞ്ചകാര ബ്രഹ്മേതി തസ്മാദ്വാ ഏതേ ദേവാ അതിതരാമിവ അന്യാൻ ദേവാൻ യദഗ്നിർവായുരിന്ദ്രസ്തേ ഹ്യേന നേദിഷ്ടം പസ്പൃശുഃ തേ ഹ്യേന പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേതി തസ്മാദ്വാ ഇന്ദ്രോദിതരാമിവ അന്യാൻ ദേവാൻ സ ഹ്യേന നേദിഷ്ടം പസ്പർശ സ ഹ്യേന പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേതി. അപ്പോൾ അഗ്നിയും വായുവും എന്താണ് സത്യമെന്നറിഞ്ഞില്ല എങ്കിൽ പോലും ദർശനം, ശ്രവണം തുടങ്ങിയവയിലൂടെ അറിഞ്ഞു അഥവാ അടുത്തു. ഇന്ദ്രനാകട്ടെ ഇന്ദ്രത്വാഭിമാനം കൊണ്ടാവാം അങ്ങനെ കാണാനോ കേൾക്കാനോ സാധിച്ചില്ല. എന്നാൽ ഗുരുപദേശം വഴി അറിഞ്ഞു. അവിടെ ഇന്ദ്രൻ്റെ നിഷ്ഠ, സത്യം കണ്ടെത്തിയേ തിരികെ പോകൂ എന്നുള്ള ദൃഢനിശ്ചയം, തപസ്, ഗുരുപ്രാപ്തിയിൽ ഏറ്റവും പ്രധാനമാണ് ഗുരുവെ തിരിച്ചറിയുക എന്നുള്ളത്. ഇതെല്ലാം അവിടെ സംഭവിച്ചു. അങ്ങനെ സകല ദേവന്മാരിലും ഏറ്റവും ശ്രേഷ്ഠത ഇന്ദ്രനും പിന്നീട് അഗ്നിക്കും വായുവിനും എന്ന് പറഞ്ഞു. ഇത് ജ്ഞാനമഹിമയെ എടുത്തു പറയുകയാണ്. തുടർന്നാണ് ഭാഷ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു വെച്ചു. തസ്യൈഷ ആദേശോ യദദ്വിദ്യുതോ വിദ്യുതദാ ഇതി ന്യമീമിഷദാ ഇത്യധിദൈവതം. തസ്യൈഷ ആദേശോ യദേതദ്വിദ്യുതോ വിദ്യുതദാ ഇതി ന്യമീമിഷദാ ഇത്യധിദൈവതം. തസ്യ ബ്രഹ്മണഃ ഏഷ ആദേശഃ. ആ ബ്രഹ്മത്തിന് ഈ ഒരു ആദേശമുണ്ട്, ഉപമായുക്തമായ ഉപദേശമുണ്ട്. അതെന്താ? അത് ഈ മിന്നൽ പിണരിൻ്റെ മിന്നൽ പോലെ, അല്ലെങ്കിൽ കണ്ണ് പൂട്ടി തുറക്കുന്ന പോലെ എന്ന് പറഞ്ഞു.
രണ്ടും അധിദൈവതോപദേശങ്ങളാണ്. വ്യഷ്ടിയിലെ ദേവതയാണ് കണ്ണ്, സമഷ്ടിയിലെ ദേവതയാണ് മിന്നൽ. അപ്പം മിന്നൽ മിന്നുന്ന പോലെ, അഥവാ കണ്ണ് പൂട്ടി തുറക്കുന്ന പോലെ. നമ്മളിന്നലെ ചിന്തിച്ചു അതിൻ്റെ വിവിധാർത്ഥങ്ങൾ. ദേവന്മാർക്ക് മുമ്പാകെ ഒന്ന് മിന്നുന്നത് പോലെ അത്ഭുതകരമായ ചമത്കാരമുണ്ടായി. അതവർ ഉപേക്ഷിച്ചില്ല. എന്തോ മിന്നിപ്പോയി എന്നാണെങ്കിൽ അവരൊക്കെ അത് ഉപേക്ഷിക്കാമായിരുന്നു. എന്നാൽ അതെന്ത്, അതിൻ്റെ മൂലം എന്ത്, അതിൻ്റെ സ്വരൂപം എന്ത് എന്ന് കണ്ടെത്താൻ അവർ പരിശ്രമിച്ചു. അഹങ്കാരം കൊണ്ട് ആദ്യഘട്ടത്തിൽ 2 സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ടെങ്കിലും 3-ാം സന്ദർഭത്തിൽ വിജയിച്ചു. എന്നാൽ അത് കഠിനമായ തപസ്സിന് ശേഷമാണ്, അഥവാ കണ്ടെത്തിയേ തിരികെ പോകൂ എന്ന ദൃഢനിശ്ചയത്തിനും അതിനെ തുടർന്നുള്ള പ്രവൃത്തിക്കും ശേഷമാണ്. ഇതാണ് ഒരു അധ്യാത്മോപദേശം, മിന്നലിൻ്റെ മിന്നൽ പോലെ. അപ്പം ദേവന്മാരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ സാധകന് അത് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മിന്നലിൻ്റെ മിന്നൽ പോലെ ഉണ്ടാകുന്ന സൂചനകളെ, ചില ചമത്കാരങ്ങളെ പിൻപറ്റി അന്വേഷിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഇന്നത് എന്ന് പറയാൻ വയ്യ. ചില നിമിഷങ്ങളിൽ പ്രത്യേകിച്ചൊന്നും ആലോചിച്ചിരിക്കുമ്പോഴായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചില അതീന്ദ്രിയമായിരിക്കുന്ന, അല്ലെങ്കിൽ അതിദൈഹികമായിരിക്കുന്ന, അതിമാനസികമായിരിക്കുന്ന, അതിബൗദ്ധികമായിരിക്കുന്ന തലത്തിലേക്ക് എത്തി നോക്കാനുള്ള ചില സൂചനകൾ എല്ലാവർക്കും ലഭിക്കും. അത് ഉപദേശമായിട്ടൊന്നും ഒരിക്കലും ധരിക്കരുത്. ഉപദേശമായിട്ടല്ല. ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വാക്കായിരിക്കാം, ചിലപ്പോൾ 2 പേര് ലഹള കൂടുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ദുഃഖകരമായ അനുഭവത്തിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ സുഖകരമായ അനുഭവത്തിൽ നിന്നായിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ മിന്നൽ പോലെ ഉണ്ടാകുന്ന വെളിപാടുകളെ പിൻപറ്റി അന്വേഷിച്ചു പോകണം. അതുപോലെ തന്നെ കണ്ണുപൂട്ടി തുറക്കുന്ന പോലെ, രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് സമഷ്ടിയിൽ നിന്നും മറ്റൊന്ന് വ്യഷ്ടിയിൽ നിന്നും പറഞ്ഞു എന്നേ ഉള്ളൂ. നോക്കൂ അതിൻ്റെ ഭാഷ്യം. തസ്യ ഏഷ ആദേശഃ തസ്യ ബ്രഹ്മണഃ ഏഷഃ വക്ഷ്യമാണഃ ആദേശഃ ഉപാസന ഉപദേശഃ ഇത്യർത്ഥഃ. യസ്മാത് ദേവേഭ്യഃ വിദ്യുതിവ സഹസാ എവ പ്രാദുർഭൂതം ബ്രഹ്മ ദ്യുതിമത് തസ്മാത് വിദ്യുതഃ വിദ്യോദനം യഥാ യതേതദ് ബ്രഹ്മ വ്യദ്യുതത് വിദ്യോദിതവത് ആ ഇതി ഇവ ഇത്യുപമാർത്ഥഃ ആ ശബ്ദഃ. യഥാ ഘനാന്ധകാരം വിദാര്യ വിദ്യുത് സർവതഃ പ്രകാശത്തെ ഏവം തദ് ബ്രഹ്മ ദേവാനാം പുരതഃ സർവതഃ പ്രകാശവത് വ്യക്തീഭൂതം അതഃ വ്യദ്യുതത് ഇവ ഇത്യുപാസ്യ. യഥാ സകൃത് വിദ്യുതമിതി ച വാചസനയകേ. യസ്മാത് ച ഇന്ദ്രോപസർപ്പണകാലേ ന്യമീമിഷത് യഥാ കശ്ചിത് ചക്ഷുഃ നിമേഷണം കൃതവാൻ ഇതി. ഇത് അനർത്ഥകൗ നിപാതൗ നിമിഷിതവത് ഇവ തിരോഭൂതം. ഇത് ഏവം ആധിദൈവതം ദേവതായാः യദ്ദർശനം അതിദൈവതം തത്. തസ്യേഷ ആദേശഃ തസ്യ ബ്രഹ്മണഃ ഏഷഃ വക്ഷ്യമാണഃ ആദേശഃ ഉപാസനോപദേശഃ ഇത്യർത്ഥഃ. യസ്മാത് ദേവേഭ്യഃ
വിദ്യുതിവ സഹസാ ഏവ പ്രാദുർഭൂതം ബ്രഹ്മ ദ്യുതിമത് തസ്മാത് വിദ്യുതഃ വിദ്യോദനം യഥാ യദേതത് ബ്രഹ്മ വ്യദ്യുതദ് വിദ്യോതിതവത് ആ ഇവ ഇത്യുപമാർത്ഥഃ ആ ശബ്ദഃ യഥാ ഘനാന്ധകാരം വിദാര്യ വിദ്യുത് സർവതഃ പ്രകാശത്തെ ഏവം തത് ബ്രഹ്മ ദേവാനാം പുരതഃ സർവതഃ പ്രകാശവത് വ്യക്തീഭൂതം അതഃ വ്യദ്യുതദ് ഇവ ഇതി ഉപാസ്യം യഥാ സകൃത് വിദ്യുതമിതി ച വാചസനേയകേ യസ്മാത് ച ഇന്ദ്രോപസർപ്പണകാലേ നമീമിഷത് യഥാ കശ്ചിത് ചക്ഷുഃ നിമേഷണം കൃതവാൻ ഇത് ഇതി ഇത് ഇതി അനർത്ഥകൗ നിപാതൗ നിമിഷിതവദിവ തിരോഭൂതം ഇതി ഏവം അധിദൈവതം ദേവതായാഃ അധി യദ്ദർശനം അധിദൈവതം തത്. അപ്പോൾ ഇവിടെ തസ്യേഷാദേശഃ തസ്യ അതിന് ഏഷ ഈ ആദേശമുണ്ട്. എന്താണ് ഈ ആദേശം? വക്ഷ്യമാണഃ ആദേശഃ പറയാൻ പോകുന്ന ആദേശമുണ്ട്. ആദേശ ശബ്ദത്തിന് പദഭാഷ്യകാരൻ പറയുന്നത് ഉപമോപദേശഃ എന്നാണ്. ഉപമായുക്തമായ ഉപദേശം. ഇവിടെ പറയുന്നത് ഉപാസനോപദേശഃ എന്നാണ്. ഉപാസനാർത്ഥമുള്ള ഉപദേശം. അപ്പം നമുക്ക് രണ്ടും കൂടി ചേർത്താൽ ഉപമായുക്തമായി ഉപാസനയ്ക്കായിക്കൊണ്ട് ഉപദേശിക്കുന്നതാണ് എന്നർത്ഥം. അല്ലാണ്ട് വെറുതെ ഇത് കേട്ടു പോകാനുള്ളതല്ല. കാരണം കേൾക്കുമ്പോൾ അത്ര വലിയൊരു അർത്ഥമൊന്നും അതിനില്ല. മിന്നൽ മിന്നണ പോലെ, കണ്ണ് പൂട്ടണ പോലെ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിലും. ചിലപ്പോൾ നിരീക്ഷിച്ചാൽ ദിവസം ഓരോന്ന് കിട്ടിയെന്ന് വരും ഈ ചില മിന്നലുകൾ. പക്ഷെ ആരാ അതിൻ്റെ പിന്നാലെ പോണേ? അനേക ലക്ഷത്തിലൊരാൾ. ബാക്കിയൊക്കെ അങ്ങ് ഒഴുക്കപ്പെടും. അതാണ് ഉണ്ടാവുക. ചിലപ്പോൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ ആയിരിക്കും, ചിലപ്പോൾ കേൾക്കുമ്പോൾ ആയിരിക്കും. പറയാൻ പറ്റില്ല. ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞപ്പോൾ വെങ്കടരമണൻ, ആ കുട്ടി ചിന്തിക്കുന്നു, പെട്ടെന്ന് ടീച്ചർ ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞപ്പോൾ 100 എഴുതണം. സാധാരണ എഴുതേണ്ടത് 1, 2, 3 അങ്ങനെ എഴുതി പോവുക വേണ്ടത്. അപ്പോൾ ഇത് ഉപദ്രവം വേഗം തീരട്ടെ വെച്ച് നമ്പർ ആദ്യം 8 വെച്ചിട്ടുണ്ട്, 100 എന്നിട്ടാണ് എഴുതണത്. അങ്ങനെ 30-ലധികമായി, 40 ആയിട്ടില്ല. അപ്പോഴാണ് ആ കുട്ടി ചിന്തിക്കണത്, മരിച്ചു പോയാൽ ഇതൊന്നും എഴുതണ്ടല്ലോ, ഈ ഉപദ്രവമൊന്നും വേണ്ടല്ലോ, മതി. അപ്പം മിന്നി എന്തായി മരിക്കുക എന്നുള്ളത്. അപ്പം മിന്നി. നമ്മളാണെങ്കിൽ അതവിടെ വെച്ച് ബാക്കി എഴുതും. 40, 41, 42 പറഞ്ഞിട്ട് നമ്മൾ എഴുതും. പക്ഷെ ഈ കുട്ടി അപ്പം നിർത്തി. അപ്പം പുസ്തകം മാറ്റിവെച്ച് കട്ടിലിൽ പോയി നീണ്ടു നിവർന്ന് കിടന്നു, മരിക്കുകയാണെന്ന് സങ്കല്പിച്ചു. ഒരു പക്ഷേ അത് ബാലിശമാണ്, ഭ്രാന്തമാണെന്ന് പറയാൻ നമുക്ക്. തീർത്തും കുട്ടികളുടെ ഒരു ബാലിശമായ സ്വയം മരിക്കാമെന്ന് സങ്കല്പിച്ചത് എന്ത് കാര്യം? പക്ഷേ ആ സങ്കല്പം അതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്ക് എത്തിച്ചു. അതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്ക് എത്തിച്ചു.
എല്ലാം വിട്ടൊരു പോക്ക, തപസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങല. അങ്ങനെ ആ വെങ്കടരമണൻ രമണ മഹർഷിയായി ക്രമേണ ഉരുത്തിരിഞ്ഞു. നമ്മളൊക്കെ ജീവിതത്തിൽ ദിവസം ഇതുപോലത്തെ എത്ര മിന്നലുണ്ടാവും? ഒന്നുകിൽ പതിയും പത്നിയും ലഹള കൂടുമ്പോൾ, ചിലപ്പോൾ, അല്ലെങ്കിൽ ചില ഭക്ഷണം കഴിക്കുമ്പോൾ, ചിലത് കാണുമ്പോൾ, ചിലത് കേൾക്കുമ്പോൾ, ചില ജീവിത അനുഭവങ്ങളിൽ നിന്ന്. എല്ലാവരുടെ ജീവിതത്തിലും ഏറെക്കുറെ ദിവസവും ഇതുണ്ടാവുന്നതാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ ആരാ പിൻപറ്റുന്നേ? ഉടനെ നമ്മൾ ഒഴുക്കിൽപ്പെട്ട അടുത്തയിലേക്ക് പോകും. ഇതുപോലെ തന്നെയാണ് തിരോഭാവവും. മിന്നുന്നത് പോലെ തന്നെയാണ് പൂട്ടുന്നതും. കണ്ണ് പൂട്ടുന്നത്, പൂട്ടുക എന്ന് പറഞ്ഞാൽ പൂട്ടി തുറക്കുക, പക്ഷെ പൂട്ടി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭക്ഷ്യമാണ് ആദേശ ഉപാസനാർത്ഥം ഉപദേശ, ജീവിതത്തിൽ ഉപാസിക്കാൻ വേണ്ടിയുള്ള ഉപദേശമാണ്. യസ്മാത് ദേവേഭ്യ വിദ്യുതിവ സഹസായവ പ്രാദുർഭൂതം ബ്രഹ്മ. ദേവന്മാർക്ക് മുമ്പാകെ മിന്നൽ പോലെ പെട്ടെന്ന് അങ്ങോട്ട് പ്രാദുർഭവിച്ചു ബ്രഹ്മം. ദ്യുതിമത് തസ്മാത് വിദ്യുത വിദ്യോദനം യഥാ, മിന്നലിൻ്റെ മിന്നൽ മിന്നുന്നത് പോലെ, മിന്നലിൻ്റെ മിന്നൽ പോലെ. യഥേത് ബ്രഹ്മ വിദ്യുതവത് മിന്നി, വിദ്യോതിതവത് മിന്നി. ആ ഇവ ഇത്യുപമാർത്ഥ. ആ എന്നുള്ളതിന് ഇവ എന്ന് അർത്ഥം, ഉപമാർത്ഥം പോലെ. ഇവ എന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ മിന്നൽ മിന്നിയത് പോലെ എന്നർത്ഥം. യഥാ എങ്ങനെ? ഘനാന്ധകാരം വിദാര്യ, കട്ട പിടിച്ച ഇരുട്ടിനെ മുറിച്ചുകൊണ്ട് ഭേദിച്ചുകൊണ്ട് മിന്നൽ നോലണം ചമൽക്കാരപൂർവ്വം പ്രകാശിക്കുന്നു. എന്താ മിന്നലിൻ്റെ വെളിച്ചം? അത് നോക്കാൻ പോലും പറ്റില്ല. ഒറ്റ മിന്നൽ, മുൻകൂട്ടി ഒരു സൂചനയില്ല. ഏവം അതുപോലെ തദ് ബ്രഹ്മ, ആ ബ്രഹ്മം ദേവാനാം പുരതഃ, ദേവന്മാരുടെ പുരതഃ മുമ്പിൽ, സർവതഃ പ്രകാശവത് വ്യക്തിഭൂതം, പ്രകാശീഭവിച്ചു പെട്ടെന്ന് തന്നെ. അതഃ വ്യദ്യുതവത് ഇത്യുപാസ്യം, അതുകൊണ്ട് മിന്നി എന്നുള്ളതുപോലെ ഉപാസിക്കേണ്ടതാകുന്നു. അതിനെ പിൻപറ്റി ചിന്തിക്കുക. അതിൽ നിന്ന് എങ്ങനെ, എന്ത് എന്നുള്ള പാഠം അന്വേഷിക്കുക. എന്താണ്, എന്താ അതിന് കാരണം, എങ്ങനെയാണ്? യഥാ സകൃത് വിദ്യുതമിതിച്ച വാചസനയകേ, അങ്ങനൊരു മന്ത്രം ബൃഹദാരണ്യകത്തിലുണ്ട്. സകൃത് വിദ്യുതം, ഒരിക്കൽ മിന്നിയത്, ഒരിക്കൽ മിന്നുന്ന പോലെ ആവിർഭവിക്കും എന്ന്. വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കുക. ഇതൊക്കെ പഠിച്ചു പോകാനുള്ളതല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാനുള്ളതാണ്. എല്ലാവർക്കും ദിവസവും കിട്ടും ഇത്. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാവും ഒരു മിന്നൽ, ഇല്ലാണ്ടിരിക്കില്ല. ആരാ അതിൻ്റെ പിന്നാലെ പോണേ? ഒക്കെ മാറ്റി വെച്ചേ. യസ്മാച്ച ഇന്ദ്രോപസർപ്പണകാലേ, ഇന്ദ്രൻ അടുത്തെത്തിയ സമയത്ത് ന്യമീമിഷത് മറഞ്ഞു. ന്യമീമിഷത് എന്ന് പറഞ്ഞാൽ പൂട്ടിന, കണ്ണ് പൂട്ടുന്നതിന് ആണ് ന്യമീമിഷത്. നിമേഷണം ചെയ്യുക, ഉന്മേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ തുറക്കുക. ഉന്മേഷണം കണ്ണ് തുറക്കുക, നിമീഷണം എന്ന് പറഞ്ഞാൽ കണ്ണ് പൂട്ടുക. അപ്പോൾ ന്യമീമിഷത് കണ്ണ് പൂട്ടി. യഥാ കശ്ചിത് ചക്ഷുർ നിമേഷണം കൃതവാൻ, ഏതൊരാൾ കണ്ണ് പൂട്ടുന്നത് പോലെ. അവിടെ ഇതി ഇതെന്ന് രണ്ട് ശബ്ദങ്ങളുണ്ട് അവിടെ. ഇതി ഇത് ഒന്ന് മുറിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? ഇതി ഇത് ന്യമീമിഷത് ആ എന്നാണ്. ഇതി
അധികം ഇത്ത് അധികം നിയമീമിഷത്. ഇതി പ്ലസ് ഇത്ത് ഇതീത്താവും. ഇതീത്ത് പ്ലസ് ന്യ ഇതീന്യാന്നാവും. അത് രണ്ടും അനർത്ഥകങ്ങളായ നിപാതങ്ങളാണ്. ഒരർത്ഥവും ഇല്ല. വേദം ഉപയോഗിച്ചിരിക്കുക അനർത്ഥകമായിട്ട്. നിമിഷിതവത് ഇവ തിരോഭൂതം. കണ്ണ് പൂട്ടിയ പോലെ തിരോഭവിച്ചു. അപ്പോൾ ചിലത് മിന്നുമ്പോഴും നമ്മൾ പഠിക്കും, ചിലത് തിരോഭവിക്കുമ്പോഴും പഠിക്കും, ഇല്ലേ? ഇപ്പോൾ ചിലത് പെട്ടെന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളങ്ങ് തിരോഭവിച്ചു പെട്ടെന്ന്. ഉടനെ ചിന്തിക്കുക, എന്താണ് ഈ പ്രതിഭാസം, എങ്ങോട്ടാണ് അവർ പോയത്, എന്താണത്? മതി. അത് ചിന്തിക്കുമ്പോഴത്തേക്ക് മെല്ലെ വയറ്റുന്ന വിശപ്പ് വരും. എന്നാൽ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാമെന്നും വിചാരിക്കും. കഴിഞ്ഞു. പിന്നെ മറ്റോ മരിച്ചു നമുക്ക് എന്ത്, പിന്നെ പോകുന്നില്ല. പിന്നെ അതിൻ്റെ അടിയന്തരമായിട്ട് കഴിയും. അല്ലേ? എന്താ അഭിപ്രായം? അതാണ് ലോകസ്വഭാവം. മറ്റൊരൊറ്റ പൂട്ടൽ സംഭവിച്ചപ്പോൾ ഇത്രയും നേരം തുറന്നെൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എങ്ങനെ പൂട്ടി? നിങ്ങളെ ചിന്ത വന്നാൽ മതി. വലിയ തത്വജ്ഞാനിയായി മാറും അവിടെ. അപ്പം അതിനെ മാറ്റുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രായോഗിക ജീവിതം, അല്ലേ? ഇത് ഏവം അധിദൈവതം ദേവതായാഹ അധി യത് ദർശനം. ഇത് ദേവതകളെ സംബന്ധിച്ചുള്ള ഉപമോപദേശമാണ്. രണ്ടും ദേവതയാണ്. ഒന്ന് കണ്ണ് വ്യഷ്ടിയിലുള്ള ദേവത, മറ്റൊരു മിന്നൽ സമഷ്ടിയിലുള്ള ദേവത. അപ്പോൾ സമഷ്ടിയിൽ എത്ര ദേവത ഉണ്ടെന്ന് വെച്ചാൽ കോടിക്കണക്കിന് ദേവത ഉണ്ട്. ദേവതയ്ക്ക് കുറവില്ല. ദേവതകൾ 10-33 എന്നൊന്നും പറയരുത്. 33 കോടിയെ ദേവതകളുള്ളൂ എന്നൊന്നും പറയരുത്. കോടാനുകോടി ദേവതകളുണ്ട്. അത് ഓരോന്നിനും നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. വെള്ളം ദേവതയാണ്, നദി ദേവതയാണ്, സമുദ്രം ദേവതയാണ്, അഗ്നി ദേവതയാണ്, വായു ദേവതയാണ്, അങ്ങനെ പോകും. ഓരോ പ്രതിഭാസത്തിൻ്റെയും പിന്നിലുള്ള അധിനിയമങ്ങളെ നമ്മൾ ദേവതകളായിട്ട് മനസ്സിലാക്കും. ശരി. ഇനി അധ്യാത്മോപദേശം പറയുകയാണ്. അഥാധ്യാത്മം യദേതദ്ഗച്ഛതീവ ച മനോനേന ചൈതദുപസ്മരത്യഭീക്ഷ്ണം സങ്കൽപ്പഃ. അതും ഇന്നലെ പറഞ്ഞു, ഭാഷ്യം വായിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അഥാധ്യാത്മം യദേതദ്ഗച്ഛതീവ ച മനോനേന ചൈതദുപസ്മരത്യഭീക്ഷ്ണം സങ്കൽപ്പഃ. അഥ അധ്യാത്മം. ഇനി ആത്മവിഷയത്തിലുള്ള ഉപമോദാഹരണം പറയാം. ഉപമോപദേശം, ഉപാസനാർത്ഥമുള്ള ഉപദേശം. എവിടെയുള്ള അധ്യാത്മം? ആത്മാവിനെ സംബന്ധിക്കുന്ന, നേരത്തെ ദേവതകളെ സംബന്ധിക്കുന്നതാണ്. എന്താണത്? ഈ മനസ്സ് ഗച്ഛതീവ, പോകുന്ന പോലെ. മനസ്സെങ്ങോട്ടാ പോകുന്നേ? എങ്ങനെയാ പോകുന്നേ? ഇപ്പോൾ പോയി ലോകം മുഴുവൻ കറങ്ങി വരാൻ പറ്റും. നമ്മളിതിനു മുമ്പ് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ, എന്തിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ, എന്തൊക്കെ കണ്ടിട്ടുണ്ടോ, അവിടെയൊക്കെ ഇപ്പോൾ നിമിഷം നേരം കൊണ്ട് പോയിട്ട് തിരിച്ചു വരാൻ മനസ്സിന് കഴിയും. തിരിച്ചു വരാതെ അവിടെ തന്നെ നിൽക്കാനും പറ്റും മനസ്സിന്. അപ്പോൾ ഇവിടെ ഉപനിഷത്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ഘടിക്കില്ല വന്നിട്ട്. പിന്നെ മനസ്സ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് പിടികിട്ടില്ല, അല്ലേ? അപ്പം മനസ്സ് തന്നെ നിഗമനത്തിലെത്തും. ഈ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതെ, അതും മനസ്സിലാണ് ഇതന്നെ. അപ്പം ഇതൊക്കെ ഈ മനസ്സിൻ്റെ ഈ പ്രവൃത്തി എങ്ങനെയാണത്? എങ്ങനെയാണ് ഈ മനസ്സിൻ്റെ ചലനം? എന്താണ് ഈ മനസ്സിൻ്റെ ചലനം?